വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ എന്നെക്കുറിച്ച് പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ കാണിക്കുകയുണ്ടായി. എന്നാലും ഞാൻ കരുതി വെച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. മനോരമ ഏതൊരു മലയാളി സ്ത്രീക്കും ലഭിക്കാവുന്ന ഏറ്റവും മികച്ച, ഏറ്റവും മഹത്തായ ഒരു അംഗീകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വനിതാ വുമൺ ഓഫ് ദി ഇയർ അവാർഡ് എന്നെ തിരഞ്ഞെടുത്ത മനോരമയോടും വനിതയോടും എൻ്റെ പേര് നിർദ്ദേശിച്ചവരോടും എനിക്കുള്ള അഗീതവുമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. മനോരമ എന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ലഭിക്കുന്ന ഈ അവാർഡ് അതൊരു മഹാഭാഗ്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം മനോരമ എന്നും കാരുണ്യത്തിനും അത്തരം പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എൻ്റെ മാതൃസംഘടനയായ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അത്തരം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിനോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മനോരമ എത്രമാത്രം കൈകോർത്ത് പിടിച്ച് നിന്നിരുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും കേരളം മുഴുവൻ കണ്ടതാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരം എല്ലാ സ്വലസിൻ്റെ മാത്രമല്ല, പാലിയേറ്റീവ് കെയറിൻ്റെ മാത്രമല്ല, എല്ലാ പ്രവർത്തനങ്ങൾക്കും മനോരമ എപ്പോഴും ഒപ്പമുണ്ട്. ഇതൊരു ഭംഗിവാക്ക് പറയലല്ല. സ്വലസിൻ്റെ സന്ദേശം ഇതിനകം കേരളത്തിലെ മലയാളികൾ എന്നല്ല, ലോക മലയാളികൾക്ക് മുഴുവൻ അത്രമാത്രം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അത് ഈ വനിതാ വുമൺ ഓഫ് ദി ഇയർ അവാർഡിന് എന്നെ തിരഞ്ഞെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അവാർഡുണ്ട് വനിതാ വുമൺ ഓഫ് ദ ഇയർ അവാർഡ്. അത്രമാത്രം ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നതാണ്. നമുക്കിവിടെ പറഞ്ഞവരൊക്കെ പറഞ്ഞു, വനിത മാഗസിൻ, മലയാള മനോരമ ഇത്രയധികം ആളുകൾ വായിക്കുന്ന, എത്രയധികം ആളുകൾ അറിയുന്ന, അതുകൊണ്ട് തന്നെ സ്വലസിൻ്റെ സന്ദേശം ലോകം മുഴുവനുള്ള മലയാളികളുടെ നിരന്തരം ഫോൺ കോളുകളും മെയിലുകളും എനിക്ക് വരുന്നുണ്ട്. അത് വേറെ ഇതിനു മുമ്പ് CNN IBN അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മനോരമയുടെ അത്ര, ഈ വനിതാ അവാർഡിൻ്റെ അത്ര ഈ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. അത്രമാത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന അവാർഡാണ് വനിതാ വുമൺ ഓഫ് ദ ഇയർ അവാർഡ്. അതിനെന്നെ തിരഞ്ഞെടുത്തതിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ അവാർഡ് വാങ്ങുന്നത് ഞാൻ എത്രയോ പ്രഗത്ഭനായ, പലതരത്തിലും എന്തൊക്കെ ഗുണങ്ങളാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് ഇപ്പം തന്നെ ഇവിടെ പറയുകയുണ്ടായി. കവി എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ, നല്ല ഭരണകർത്താവ് എന്ന നിലയിൽ, ഇപ്പോൾ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ അവാർഡ് സ്വീകരിക്കുന്നതിൻ്റെ ഒരു മഹാഭാഗ്യം ഞാൻ ഇവിടെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അത് വലിയൊരു അംഗീകാരമായി തന്നെ ഞാൻ കാണുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നുപെട്ട ഒരു ദുരന്തം, ഞാൻ എൻ്റെ മകളുടെ അസുഖവുമായി ആശുപത്രിയിൽ കഴിച്ചു കൂട്ടിയ കാലഘട്ടം, അവിടെ നിന്നും തിരിച്ചൊരു ജീവിതത്തിലേക്ക് വരുമ്പോൾ എനിക്ക് രണ്ട് തരത്തിലുള്ള നിലപാടെടുക്കാമായിരുന്നു. ഒന്ന്, എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് വിധിയെ പഴിച്ചൊരു നിഷേധാത്മകമായൊരു നിലപാട് എനിക്ക് എടുക്കാമായിരുന്നു. മറ്റൊന്ന്, ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ, ആ ആശുപത്രി ജീവിതം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, എന്തുമാത്രം മനുഷ്യ ജീവിതം എത്രമാത്രം അൺസർട്ടനിറ്റി ഉള്ളതാണ്, എത്രമാത്രം അനിശ്ചിതത്വം നിറഞ്ഞതാണെന്ന്, അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഈ ഭൗതിക സാഹചര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന്, അതുപോലെ തന്നെ മനുഷ്യൻ ഇത്തരം ഒരു അവസ്ഥയിൽ എന്തുമാത്രം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നുവെന്ന്, പ്രകൃതിദത്തമായ ഒരു പാരസ്പര്യവും ഒരു പരസ്പരാശ്രിതത്വവും ഒക്കെ എവിടെയൊക്കെയോ കണ്ണിയേറ്റു പോയിരിക്കുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിവ് ഇനിയുള്ള ജീവിതം ചുറ്റുപാടും കണ്ണും മനസ്സും വായിച്ച് മറ്റുള്ളവരുടെ ദുരിതങ്ങളിലും പ്രശ്നങ്ങളിലും അല്പമെങ്കിലും ആശ്വാസമാകാൻ ആകും വിധം ഓരോ ചുവടും ഒരു പ്രാർത്ഥന പോലെ ജീവിക്കാൻ, അങ്ങനെയൊരു ക്രിയാത്മകമായ നിലപാടെടുക്കാനാണ് എൻ്റെ ബുദ്ധിയും മനസ്സും എന്നെ പ്രേരിപ്പിച്ചത്. ബോധമുണർന്നാൽ പിന്നെ തീർച്ചയായും നിശബ്ദയായിരിക്കുക എന്നത് കുറ്റകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെ മാത്രവുമല്ല, ഞാൻ ബോംബെ ആശുപത്രിയിൽ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ തൻ്റെ കുഞ്ഞിനെ പണമില്ല എന്ന ഒറ്റ കാരണത്തിൽ രക്ഷിക്കാൻ
പറ്റുന്നില്ല എന്ന നിസ്സഹായമായി നിൽക്കുന്ന മാതാപിതാക്കളെയാണ് ഞാൻ കണ്ടത് അവിടെ. പിന്നെ അത്ര വേദന അനുഭവിച്ച് കിടക്കുന്ന കുഞ്ഞിൻ്റെ തൊട്ടടുത്തിരുന്ന് ആ കുഞ്ഞിനെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ പണത്തിന് വേണ്ടി ഓടി നടക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടത്. മാത്രമല്ല, നാളെ ജീവിച്ചിരിക്കുമോ എന്നറിയാത്ത കുഞ്ഞിന് ആ കുഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ തലതല്ലിക്കരയുന്ന ഒരുപാട് അച്ഛനമ്മമാരെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഇന്ന് മെഡിക്കൽ സയൻസ്, ആധുനിക വൈദ്യശാസ്ത്രം എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നുവെന്നും അത് പക്ഷെ എത്ര ആളുകൾക്ക് പ്രാപ്യമാണെന്നും എന്ന ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അവസ്ഥയാണിത്. എത്ര ആളുകൾക്ക് അത് പ്രാപ്യമാണ്, എന്തുമാത്രം അസമത്വമാണ് ആ ഒരു ചുറ്റുപാടിൽ, ഈ ഒരു രോഗാവസ്ഥയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എന്നെ സൊലസ് എന്ന പേര് പോലും മനസ്സിൽ കരുതിയാണ് ഞാൻ ബോംബെയിൽ നിന്നും ഇവിടെ വന്നത്. പക്ഷേ എനിക്കറിയാം, 10-18 വർഷം വെറും വീട്ടമ്മയായി മാത്രം ജീവിച്ച ഒരാൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരാനോ അങ്ങനത്തെ ഒരു പ്രവർത്തനത്തിലേക്ക് വരിക എന്നതോ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ത്രീക്ക് ആലോചനാ സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു സൊലസിനെ മനസ്സിൽ ഒതുക്കി വെച്ച് തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്ന ഡോക്ടർ ദിവാരന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. കൂടാതെ ബ്ലൂമിംഗ് പേഴ്സ് എന്ന എനിക്കും അതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്കും ഒരു കൈത്താങ്ങാവുന്ന ബ്ലൂമിംഗ് പേഴ്സ് എന്ന റീഹാബിലിറ്റേഷൻ സെന്ററും വളർത്തിക്കൊണ്ടുവന്നത്. 6 കൊല്ലമാണ് ആ 2 പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറും ബ്ലൂമിംഗ് പേഴ്സിലും ഞാൻ പ്രവർത്തിച്ചു വന്നത്. പതുക്കെ ഞാൻ സ്വാതന്ത്ര്യത്തിലേക്കും കരുത്തിലേക്കും വരികയായിരുന്നു. പല അവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലാണെങ്കിൽ തന്നെയും ഞാൻ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. ആ സമയങ്ങളിലൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും ഒരു ഇനിയൊന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥയിലേക്ക് ഒരു കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഒരു അച്ഛനും അമ്മയും തയ്യാറാവില്ല എന്നുള്ളതാണ്. അത് പാലിയേറ്റീവ് കെയർ പ്രവർത്തനം കൊണ്ട് എൻ്റെ സ്വയാനുഭവം, എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടാതെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിൽ നിന്നും എനിക്കത് ഉറപ്പാവുകയായിരുന്നു. ഇനി ഒട്ടും വൈകിക്കൂടാ എന്ന് തീരുമാനിച്ച് 6 വർഷം മുമ്പാണ് സൊലസിന് രൂപം കൊടുത്തത്. പാലിയേറ്റീവ് കെയറിൻ്റെ തലപ്പത്തിരിക്കുന്ന ഡോക്ടർ ദിവാകരൻ, അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് സൗഹൃദങ്ങളും ഗിരിജ, എം ദിവാകരൻ, അങ്ങനെ ഡോക്ടർ അജയൻ, അവരൊക്കെ കൂടി തന്നെയാണ് ഞങ്ങളൊരു 11 ട്രസ്റ്റ് മെമ്പേഴ്സ് കൂടി സൊലസ് രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനം 6 കൊല്ലം ആവാൻ തുടങ്ങുകയാണ്. ഈ 6 കൊല്ലത്തിനിടയിൽ ഞാൻ പാലിയേറ്റീവ് കെയറിൽ കണ്ടത് ആകെ 20 കുട്ടികളെയാണ്. നേരെ മറിച്ച് ഇവിടെ ഈ 6 കൊല്ലത്തിനുള്ളിൽ നമ്മൾ 350 കുട്ടികളുടെ അവരുടെ ചികിത്സയിൽ ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞു. അതിൽ 150ഓളം കുട്ടികളുടെ ചികിത്സയ്ക്ക് ഞങ്ങൾ അവർക്ക് ദീർഘകാലം 10-15 കൊല്ലം മരുന്ന് കൊടുക്കേണ്ടതാണ്. അത് വാരിച്ച ചെലവാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 150 കുട്ടികളുടെ മരുന്ന് ഞങ്ങൾ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മാത്രം 1.5 ലക്ഷം രൂപയോളം നമ്മൾ ചെലവാക്കുന്നുണ്ട്. കൂടാതെ ഈ അമ്മമാർക്ക് എന്തെങ്കിലും തൊഴിൽ പരിശീലനം, ഈ അസുഖത്തിൽ നിന്നും രക്ഷപ്പെട്ട കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ സൊലസിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇന്ന് സൊലസ് ഒരു വലിയ കൂട്ടായ്മയായി മാറിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ അതിൽ വളണ്ടിയേഴ്സ് ആയിട്ടും അതിന് സപ്പോർട്ടായിട്ടും ഒരുപാട് ആളുകളുണ്ട്. സൊലസിന്റെ ഒരു സ്വപ്നമാണ് ഒരു ആഫ്റ്റർ കെയർ സെന്റർ. അത് ഞങ്ങൾ ഈ 1 കൊല്ലം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രാരംഭ നടപടികളും നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഞാൻ ഈ പ്രവർത്തനങ്ങളിലേക്ക് വന്നത്. തീർച്ചയായും അതിനെനിക്ക് കരുത്തേകിയത് എൻ്റെ PK റഹീമിൻ്റെ മകളായി ഞാൻ ജനിച്ചു എന്നത് തന്നെയാണ്. ആർദ്രതയാണ് മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞു തന്ന വാപ്പ, ഒരു ചേരിതിരിവുമില്ലാത്ത ഒരു കൂട്ടായ്മയുടെ ലോകത്തിന്റെ ഒരു ബാല്യം സമ്മാനിച്ച വാപ്പ. അതിൽ നിന്നും വാപ്പ മാത്രമല്ല, വാപ്പക്കൊപ്പം നിന്ന് ഉമ്മ, കൂടാതെ ഒരുപാട് സൗഹൃദങ്ങൾ. ഇന്ന് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ഒരുപാട് ആളുകളുടെ സൗഹൃദങ്ങൾ, അവരുടെയൊക്കെ ദർശനങ്ങൾ, ആദർശങ്ങൾ, അതിൻ്റെയൊക്കെ അംശം ഞങ്ങൾ മക്കൾക്ക് ജീവിതത്തിൽ ഒരു തെളിച്ചമായി എന്നും ഉണ്ടായിട്ടുണ്ട്. അവരെ എല്ലാം സ്മരിച്ചുകൊണ്ട്, ഒപ്പം എനിക്ക് കരുത്തായി എനിക്ക് എപ്പോഴും തളരാതെ കൂട്ടുനിന്ന എൻ്റെ സൗഹൃദങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ എല്ലാവരെക്കാളും മുൻപിൽ എനിക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്ന എൻ്റെ 2 കുടുംബങ്ങളോടും
ഒപ്പം സന്തോഷം പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുകയാണ്. സ്ത്രീകളുടെ സഹജഭാവമായ സ്നേഹം, ആർദ്രത, വാത്സല്യം അത് ഇന്ന് ഇരുളടഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് തീർച്ചയായും വെളിച്ചം പകരാൻ കരുത്തുള്ളതാണ്. അത് ആവശ്യമാണ് ഈ സമൂഹത്തിന്. അത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വനിതയോട് എത്രമാത്രം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഏറ്റവും പ്രഗത്ഭനായ കെ എം മാത്യു സാറിൻ്റെ മകൻ ഇവിടെ ഉണ്ടെന്നുള്ളതും എനിക്ക് വലിയൊരു അംഗീകാരമായി ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.